എക്സാം ഒക്കെ അങ്ങ് വിരൽ തുമ്പിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അടിപൊളിയായിട്ട് ഇനി പഠിക്കണ്ടേ? ഇനി വെറുതെ മാറ്റി വെക്കാൻ സമയമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ മിസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വോളിയമില്ലേ വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു ചാപ്റ്റർ ആക്കി തരാൻ പോവാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും 100% നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മിസ് അങ്ങ് പറഞ്ഞുതരാൻ പോവാണ്. ഈ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് ബാക്കിയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് വോളിയം എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ മുന്നേ മക്കളെ നിങ്ങൾക്ക് വോളിയം മാത്രം പഠിച്ചാൽ മതിയോ? എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണ്ടേ? എല്ലാ ചാപ്റ്റേഴ്സും ടൈം ടേബിൾ വെച്ച് ഇങ്ങനെ പഠിച്ചു പോകണ്ടേ? നമ്മളുടെ എഡ്യൂപോർട്ടിന്റെ മക്കൾ, നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളുടെ ഓൺ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമ്മളുടെ എഡ്യൂപോർട്ടിന്റെ മക്കൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെറുതെ വൈകിക്കണ്ട, ഓടിപ്പോയിട്ട് എന്ത് ചെയ്തോ അതിൽ ജോയിൻ ചെയ്തോ. നമുക്ക് ഒരുമിച്ച് സെറ്റാക്കി കളറാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മളുടെ വ്യാപ്തം വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻലി വരിക എന്താ? നിങ്ങൾക്ക് വോളിയം കാണാൻ തന്നെയാണ് വരിക. എന്തായാലും 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. വോളിയം കാണാൻ നിങ്ങളോട് പറയും. വോളിയം കാണുക എങ്ങനെയാടാ? വെറുതെ നിങ്ങൾ ഒഴിവാക്കി വിടരുത്. ആ ഒരു ഇക്വേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. മറക്കോ? എന്താണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്? എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഓക്കെ, സറ്റല്ലേ? അടിപൊളിയല്ലേ? വേണമെങ്കിൽ മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 1 സെക്കൻഡ്. യെസ്, ഈ ഒരു ബോക്സ് കണ്ടോ? ഇതെന്താണ്? ഇതൊരു സമചതുര കട്ടയാണ് അല്ലെ? സമചതുര റെക്ടാങ്കുലാർ ബോക്സ് ആണ്. അപ്പോൾ സമചതുരല്ല, ചതുരക്കട്ട എന്ന് പറയാൻ പറ്റൂല്ലേ? അപ്പൊ ഇവന്റെ വ്യാപ്തം കാണാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. വ്യാപ്തം വോളിയം ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഇതിന്റെ നീളമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് നീളമാണ്. അങ്ങനെയെങ്കിൽ ഇവനായിരിക്കും വീതി. ഇത് നീളമാണെങ്കിൽ ഇവൻ വീതി. ഇതിന്റെ മുകളിലേക്കുള്ള ഇവൻ എന്താണ്? ഉയരമാണ്. അങ്ങനെയാണ് കേട്ടോ മക്കൾ മനസ്സിലാക്കേണ്ടത്. നീളവും വീതിയും ഉയരും. അങ്ങനെയെങ്കിൽ മിസ് നോക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്ന് മിസ് ചെയ്യും, അടുത്ത മക്കൾ ചെയ്യണം. ഓക്കെ, യെസ്. അവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 സെന്റിമീറ്റർ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും. നിങ്ങൾ പറഞ്ഞേ ലെങ്ത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ അല്ലെ? ഇവിടെ വിഡ്ത്ത് എന്താണ്? 3 സെന്റിമീറ്റർ അല്ലെ? ഇവിടെ ഹൈറ്റ് എന്താണ്? സിമ്പിൾ 1 സെന്റിമീറ്റർ അല്ലെ? ഇനി നമുക്ക് കണ്ടൂടെ വോളിയം എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് 5 × 3 × 1 ആണ്. 5 × 3 എത്രയാടാ? 15 ആണ് അല്ലെ? 15നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 15 തന്നെയാണ് അല്ലെ? 15 തന്നെയാണ്. സോ 15 മാത്രം എഴുതിയാൽ പോരാ. ഇവിടെ സെന്റിമീറ്ററിലാണ് തന്നതെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ്. മലയാളം മീഡിയം ആണെങ്കിൽ ഘന സെന്റിമീറ്റർ. ഓക്കെ, ഇതും കൂടി ഈ യൂണിറ്റ് കൂടെ എഴുതിയാൽ മാത്രമേ മക്കൾക്ക് മാർക്ക് കിട്ടൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ ഇത് മക്കളെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾ താഴെ എന്താണെന്ന് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. സോ വെറുതെ വൈകിക്കേണ്ട, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം. ഇനി ചില കുട്ടികൾ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതൊന്നും പോരാ മിസ്, ഞങ്ങൾക്ക് വളരെ ബേസിക്സ് മുതലേ ഞങ്ങൾക്ക് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം, ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം, ഞങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് പറയുന്നവരാണെങ്കിൽ എടാ ഇനി വൈകിക്കാൻ നമുക്ക് നേരില്ല. നമ്മളുടെ ക്ലാസ് 6ന്റെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വീക്കിലും നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വൈകിയെന്ന് വിചാരിക്കരുത്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. ലാസ്റ്റ് ചാൻസ് ഇതേ ഉള്ളൂ. നമ്മളുടെ ഓൺ എക്സാം കഴിഞ്ഞാൽ പിന്നെ എന്തായി? നമുക്ക് അടുത്ത എക്സാമിലേക്ക് ഇതിലും കൂടുതൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ അത്രയും ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് ഇത് മുതൽ ഓൺ എക്സാം മുതലേ ഇങ്ങനെ പഠിച്ച് പോകണം അല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കളറാക്കണം നമ്മളുടെ ഓൺ എക്സാം എന്ന് പറയുന്നത്. പിന്നെ മറക്കണ്ട കേട്ടോ, നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കാര്യം മറക്കണ്ട. എഡ്യൂപോർട്ടിന്റെ മക്കളൊക്കെ അവിടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും എഡ്യൂപോർട്ടിന്റെ മക്കളല്ലേ? ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.